ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14-ാം വാക്യം. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ഓൺ യുവർ വേ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ. യെരുശലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് 10 കുഷ്ഠരോഗികൾ യേശുവിനെ കാണുകയും സഹായത്തിനായി നിലവിളിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ജീവിതവും ശുശ്രൂഷകളും ഒരു സാധാരണക്കാരന്റെ കണ്ണുകളിലൂടെ നോക്കിക്കൊണ്ട് വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വിശുദ്ധ ലൂക്കോസ്. ഒരു വൈദ്യനായതുകൊണ്ട് തന്നെ രോഗവും സൗഖ്യവും ഈ സുവിശേഷങ്ങളിൽ പ്രത്യേകം നിഴലിക്കുന്നു. കുഷ്ഠരോഗികൾ പാളയത്തിനും പട്ടണത്തിനും പുറത്ത് തള്ളപ്പെട്ട സമൂഹമാണ്. ആ കാലത്ത് കുഷ്ഠരോഗികളെയും കുഷ്ഠരോഗത്തെയും ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതിന് സാധ്യമാകുന്നത്. ലൂക്കോസ് 17:11-12. അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു സ്പർശിച്ചവരും തന്നെ സ്പർശിച്ചവരും സൗഖ്യം ലഭിക്കുക മാത്രമല്ല, തന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചവർക്ക് പോലും സൗഖ്യം ലഭിച്ചു. എന്നാൽ ഇവിടെ മറ്റൊരു വിശ്വാസത്തിന്റെ പൂർത്തീകരണം കാണാൻ സാധിക്കുന്നു. കർത്താവിന്റെ വാക്കുകൾക്ക് പോലും സൗഖ്യം നൽകുന്ന ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു ഈ 10 കുഷ്ഠരോഗികൾ. നിലവിളികളുടെ മുന്നിൽ കരുണാർദ്രനാകുന്ന യേശു ക്രിസ്തു ഇവരുടെ രോഗത്തിന് സൗഖ്യം ലഭിക്കും എന്ന വാഗ്ദാനം നൽകി. മാത്രമല്ല, പുരോഹിതന്മാർക്ക് മുൻപിൽ നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന ആഹ്വാനത്തോടെ പറഞ്ഞയക്കുന്നു. 17-14 വാക്യം. ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവ്യമാകുന്നത്. ഒന്നാമതായി, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ. ഒരുവനെ കുഷ്ഠരോഗി എന്ന് വിധിക്കുന്നത് പുരോഹിതനാണ്. അതുപോലെ തന്നെ കുഷ്ഠരോഗി എന്ന് വിധിക്കുന്ന പുരോഹിതവർഗം കുഷ്ഠരോഗം മാറി എന്ന് അവരെ കുറിച്ച് പറയുകയും അതിനുള്ള യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അവർ വീണ്ടും സമൂഹത്തിലും കുടുംബത്തിലും അംഗങ്ങളായി മാറും. വിശുദ്ധ മത്തായി 8-ാം അധ്യായം 4-ാം വാക്യം. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാം. പുരോഹിതന്മാരാൽ വിധി പുറപ്പെടുവിക്കുകയും സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ചില കുഷ്ഠങ്ങൾ നമ്മൾക്കുമുണ്ട്. വിശ്വാസ സമൂഹമായി ക്രിസ്തുവിൽ നിന്നും അകറ്റി നിർത്തുന്ന ചില ചിന്തകൾ നമ്മളിലുണ്ട്. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചില കെട്ടുകളുടെ, ചില ബന്ധനങ്ങളുടെ നടുവിലാണ് ആയിരിക്കുന്നത്. അവിടെ നിന്നും ഒരു മടങ്ങിവരവാണ് നമ്മെക്കുറിച്ച് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി ലൂക്കോസ് 7:14 വാക്യം. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. എപ്പോഴാണ് അവർക്ക് സൗഖ്യം ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറയുമ്പോൾ പോലും അവർക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ ഉടനെ എന്ത് ചോദിച്ചതിനെ, എന്താണ് കാണിക്കേണ്ടത്? ഈ കുഷ്ഠരോഗമാണോ കാണിക്കേണ്ടത് എന്ന്. എന്നാൽ ഈ 10 കുഷ്ഠരോഗികളും ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോയി. ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊരു വിശ്വാസമാണ് ഈ 10 കുഷ്ഠരോഗികൾക്കും ഉള്ളത്. നിലവിൽ കുഷ്ഠം മാറിയിട്ടില്ല. എന്നിട്ടും ക്രിസ്തു പറഞ്ഞതുപോലെ തങ്ങളെ പുരോഹിതന്മാർക്ക് മുന്നിൽ കാണിപ്പാൻ അവർ യാത്ര ആരംഭിച്ചു. ഈ 10 കുഷ്ഠരോഗികളും വിശ്വാസമുള്ളവരായിരുന്നു എന്ന് മാത്രമല്ല, അനുസരണയുള്ളവരായിരുന്നു. അവരുടെ അനുസരണ മൂലം അവർക്ക് ഈ സൗഖ്യം ലഭ്യമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-11 വരെ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം. യേശു ശിഷ്യന്മാരോട് പറയുന്നത്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്നാണ്. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നു വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. ഇവിടെ എപ്പോഴാണ് വെള്ളം വീഞ്ഞായി തീർന്നത്? തന്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ ആണ് ഇവിടെ ഈ അത്ഭുതം സംഭവിച്ചത്. അതുപോലെ തന്നെ കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടന്ന് തുടങ്ങിയപ്പോഴാണ് അവർക്ക് സൗഖ്യം ലഭ്യമായത്. ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടാത്തതിന്റെ കാരണം ഈ അനുസരണയില്ലായ്മയാണ്. ദൈവത്തിന്റെ പൂർണ്ണമായി അനുസരിച്ചവരുടെ ജീവിതത്തിൽ വിടുതലിന്റെ അനുഭവം സാധ്യമാകും. ലൂക്കോസ് 17:15-16 വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. എന്നാൽ ദൈവസന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി അപേക്ഷിച്ചവരിൽ 9 പേർക്ക് നന്മ ലഭിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതിനുള്ള
മനസ്സില്ലാണ്ടായി. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ 9 കുഷ്ഠരോഗിയുടെ അനുഭവത്തിലാണ്. എന്തുകൊണ്ട് സൗഖ്യം ലഭിച്ച ഈ 9 കുഷ്ഠരോഗികളെ ഞാൻ കുഷ്ഠരോഗി എന്ന് വിളിച്ചു എന്നാൽ, ബാഹ്യമായ സൗഖ്യം അവർക്ക് ലഭ്യമായി എങ്കിലും ആന്തരികമായ സൗഖ്യം ഒരുവന് മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്ക് ലഭിക്കുന്ന നന്മകളിൽ നന്ദിയില്ലാത്ത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സാധ്യതകളായി അനുകൂലങ്ങളായി രൂപപ്പെടുമ്പോൾ അതിനുള്ള കാരണക്കാരനായ നമ്മുടെ കർത്താവിനോട് നന്ദി പറയുക അത്യാവശ്യമാണ്. സൗഖ്യം ലഭിച്ചപ്പോൾ അതിൽ മതിമറന്ന അനുഭവം പുരോഹിതന്റെ മുമ്പാകെ നിർമ്മലമാക്കപ്പെട്ട തങ്ങളുടെ ശരീരങ്ങളെ കാണിച്ച് അംഗീകാരം നേടുവാൻ പോയി. തീർച്ചയായും തിരികെ വന്ന ശമരിയ മനുഷ്യൻ മറ്റുള്ളവരെ കൂടെ വിളിച്ചു കാണും. എന്നാൽ അവർക്ക് ഭൂമിയിൽ തുടർന്ന് ലഭ്യമാകുന്ന അംഗീകാരങ്ങളിൽ ആയിരുന്നു നോട്ടം. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ലഭിക്കാവുന്ന അംഗീകാരങ്ങൾ, പ്രശംസകൾ എന്നിവയിൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വന്തം ജാതിയിലുള്ള ഒരുവൻ പോലും തന്റെ സന്നിധിയിൽ തിരികെ എത്തി നന്ദി അർപ്പിപ്പാൻ ഇല്ല എന്ന് വളരെ നിരാശയോടെയാണ് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നത്. മടങ്ങി വരുവാനുള്ള ബോധമാണ് അവനെ പൂർണ്ണതയിലെത്തിക്കുന്നത്. മടങ്ങി വരുവാനുള്ള മനസ്സാണ് നമ്മെയും പൂർണ്ണരാക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ ഇപ്പോൾ ധ്യാനിച്ച വചനം ചുരുക്കിയാൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമതായി, യേശുവിന്റെ വാക്കിന് പോലും സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. രണ്ടാമതായി, വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം മാത്രമല്ല, അനുസരണയുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി, നന്ദിയുള്ളവരാകണം. കാൽക്കൽ കവിണ് വീണിരിക്കുന്ന ആ ശമരിയ മനുഷ്യനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ആ സൗഖ്യവും രക്ഷയും ലഭ്യമായത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.